إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أدى الأمانة وبلغ الرسالة ونصح الأمة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يقول الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما إن التقوى أمر مهم جدا في السر والعلانية فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോടും ഞാൻ ആദ്യമായി എന്നോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിദാനമാക്കിയ ഏറ്റവും വലിയൊരു സബബാണ് തഖ്വ എന്നുള്ളത്. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ ചെയ്യൽ അത്യന്താപേക്ഷിതമാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ച് അറിയുക, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ തൃപ്തി നേടുക, അല്ലാഹുവിനോട് സാമീപ്യം കരസ്ഥമാക്കുക, അല്ലാഹു ഹലാലാക്കിയതിനെ ഹലാലായും അല്ലാഹു ഹറാമാക്കിയതിനെ ഹറാമായും അല്ലാഹു ചേർക്കാൻ പറഞ്ഞതിനെ ചേർത്തും അല്ലാഹു മുറിച്ചു കളയാൻ പറഞ്ഞതിനെ ഒഴിവാക്കിയും ജീവിതം അല്ലാഹുവിന് വേണ്ടുന്ന രീതിയിലാക്കി തീർക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ കടമയാണ്, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. കാരണം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിന്റെ ആകെത്തുക. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഖുർആന്റെ ഒരുപാട് വചനങ്ങൾ. അല്ലാഹു ആരാണ്? റബ്ബാണ് അല്ലാഹു, ഖാലിഖാണ് അല്ലാഹു, മാലിക്കാണ്, റാസിഖാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വ്യത്യസ്തമായ രീതികൾ അല്ലാഹു ഖുർആനിലൂടെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല? അഫലാ യൻദുറൂന, അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹ്ദാനിയത്തും അല്ലാഹുവിന്റെ ഉലൂഹിയത്തും ഖുർആനിലൂടെ സ്ഥാപിക്കുന്നുണ്ട്. കാരണം അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ ഉലൂഹിയത്തിനെ അംഗീകരിക്കുന്നവർക്ക് മാത്രം
മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം വെച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ മനസ്സിലാക്കിയവർക്ക് മാത്രമാണ്. ഒരു ചിലരെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അതിന്റെ മട്ടിൽ എപ്രകാരമാണോ മനസ്സിലാക്കാൻ പറഞ്ഞത് അപ്രകാരം മനസ്സിലാക്കിയിട്ടില്ല. തഖ്വയുടെ വിഷയം വരുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹഖ്ക തുഖാതിഹി, എപ്രകാരമാണോ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടത് അപ്രകാരം തഖ്വ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതി, അല്ലാഹുവിന്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓരോ വ്യത്യസ്തമായ രീതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും അല്ലാഹുവിലേക്ക് തിരിക്കുന്നുണ്ട്. രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചു, പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചു, ഭൂമിയുടെയും ആകാശത്തിന്റെയും സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചു, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനുഷ്യനോട്, അല്ലെങ്കിൽ അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ അല്ലാഹുവിന് പകരം മറ്റു പലരെയും പ്രതിഷ്ഠിച്ചവരോട്, അല്ലെങ്കിൽ അല്ലാഹുവിന് തുല്യമായി പല ശക്തികളും ഉണ്ട് എന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ നിരീശ്വരവാദികളോട്, അല്ലാഹു പകരം പലരെയും പ്രാപിച്ചവരോട് അല്ലാഹു പറയുന്നുണ്ട്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെയാണ് എന്റെ സൃഷ്ടിപ്പ്. നീ കണ്ണു തുറന്നാൽ കാണുന്ന സർവ്വതുമുണ്ടല്ലോ, നീ കണ്ണു തുറന്നാൽ കാണുന്ന ആകാശം, നീ കണ്ണു തുറന്നാൽ കാണുന്ന ഭൂമി, ഈ പ്രപഞ്ചം, ഈ മലകൾ, ഈ പർവ്വതങ്ങൾ, ഈ സൃഷ്ടികൾ, ഈ പറവകൾ, ഇതൊക്കെയാണ് ഹാദാ ഖൽഖുല്ലാഹ്, നീ കണ്ണു തുറന്നാൽ കാണുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ വീട്, നീ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ സൃഷ്ടികൾ. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരാളും ഇന്നേ വരെ വാദിച്ചിട്ടില്ല ആകാശം ഞാനാണ് സൃഷ്ടിച്ചത് എന്ന്, ആരും വാദിച്ചിട്ടില്ല. ആരും വാദിച്ചിട്ടില്ല ഭൂമി ഞാനാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മഴ ഞാനാണ് പെയ്യിപ്പിക്കുന്നത്, ചൂട് ഞാനാണ് കൊണ്ടുവരുന്നത്, തണുപ്പ് ഞാനാണ് കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഒരാളും ഇന്നേ വരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു അടിവരയിട്ട് പറയുകയാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും, മറ്റേതെങ്കിലും ശക്തികൾ, നിങ്ങൾ പറയുന്ന ശക്തികൾ, നിങ്ങൾ അവകാശപ്പെടുന്ന ശക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പുറകെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ശക്തികൾ, എന്തൊക്കെയാണെങ്കിലും ശരി, അല്ലാഹു അല്ലാത്തത് സൃഷ്ടിച്ചതായ ഒരു സൃഷ്ടിയെ നിങ്ങൾ കാണിച്ചതാ. ലൈസ കമിസ്ലിഹി ഷൈ, അല്ലാഹുക്ക് തുല്യമായി ഒന്നുമില്ല, അല്ലാഹുക്ക് തുല്യമായി ഒന്നുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അവരോട് പറയുക, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സമദ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അർത്ഥം പറയാറുണ്ട്, അല്ലാഹു പരമാശ്രയമുക്തനാണ്, ഒരു വസ്തുവിലേക്കും ആവശ്യക്കാരനില്ലാത്തതാണ്. പക്ഷെ സമദിന്റെ യഥാർത്ഥമർത്ഥം തഫ്സീറിന്റെയും ഭാഷയുടെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമദ് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിലേക്കാണോ എല്ലാവരും ആവശ്യക്കാരനായത്, ആ വസ്തു വേറൊരാളിലേക്ക് ഒരു രീതിയിലും ആവശ്യക്കാരനുമല്ല, അങ്ങനെയുള്ള കാര്യത്തിനാണ് സമദ് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, സമദായിട്ട് അല്ലാഹു മാത്രമാണുള്ളത്. എല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നല്ല എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കോ, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കോ, അല്ലെങ്കിൽ ഏതൊരു സൃഷ്ടിയിലേക്കോ, അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യക്കാരനല്ല. ലം യലിദ് വലം യൂലദ്. സഹോദരന്മാരെ, ഈ വചനം പറയുന്നുണ്ട് എന്താണ് അല്ലാഹുവിന്റെ പ്രസക്തി. സാധാരണ നമ്മുടെ നാട്ടിൽ രാജകുടുംബമാണ് ഭരിക്കുന്നതെങ്കിൽ രാജാവിന് ശേഷം മക്കളെ എന്നത് പറയുന്നത് പോലെ അല്ലാഹുവിന് ശേഷം ആര്? ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ.
അവനാണ് ആദ്യം, അവനാണ് അവസാനം, അവനാണ് ആന്തരികമായതും ബാഹ്യമായതും എല്ലാം അവനാണ്. ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയൊരു കുട്ടി ചിലപ്പോൾ സൂറ ഫാത്തിഹക്ക് പോലും മുമ്പുമായി മനപ്പാഠമാക്കുന്ന സൂറ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ലം യലിദ് വലം യൂലദ്, അവന് ശേഷം എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം അവൻ ആരുടെയും മകനുമല്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, അവനെ ആരും ജനിപ്പിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി. അല്ലെങ്കിൽ സഹോദരന്മാരെ, അത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈ, അല്ലാഹുക്ക് തുല്യമായി ഒന്നുമില്ല, ഒന്നുമില്ല. നിങ്ങൾ എത്ര പദ്ധതികൾ ഇട്ടാലും അതിന് മുകളിൽ ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ, അവർ അവരുടെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വ അകീദു കൈദ, എന്നാൽ ഞാനും തന്ത്രം മെനയുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനിന് അല്ലാഹുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചയാൾക്ക്, അല്ലാഹുവുമായിട്ടുള്ള യഥാർത്ഥമായ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സഹോദരന്മാരെ, ഒരു മാറ്റങ്ങൾ ഭൂമിയിൽ ചെറിയതായ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഭരണത്തിലായാലും ശരി, അവന്റെ സാമ്പത്തിക മേഖലയിലായാലും ശരി, അവന്റെ കുടുംബ ബന്ധത്തിലായാലും ശരി, ഏത് മേഖലകളിലാണെങ്കിലും ശരി, അവൻ ജീവിച്ച് പോകുന്ന ഏത് മേഖലയിലാണെങ്കിലും ശരി, അവന്റെ ഹൃദയത്തിൽ വലിയ ബേജാറുകൾ, വലിയ വ്യത്യാസങ്ങൾ. ലികൈലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ ആതാകും ഖുൽ കുല്ലും മിൻ ഇൻദില്ലാ. നബി അവരോട് പറയുക, എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്, എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. മുഅ്മിന് എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് വിശ്വസിച്ചാലേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അല്ലാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. ഇങ്ങനെയുള്ള അല്ലാഹുവുമായിട്ട് സഹോദരന്മാരെ, ഒരു രാവും അല്ലാഹുവിനൊരു മറയല്ല, ഒരു പകലും അല്ലാഹുവിനൊരു മറയല്ല. അല്ലാഹുവിന് അടിമകളുടെ വേവലാദികളും ആവലാദികളും കേൾക്കുന്നതിന് വേണ്ടി അവൻ ഇന്ന വ്യക്തിയാണല്ലോ, അവൻ ഇന്ന ജോലിക്കാരനാണല്ലോ, അവൻ ഇന്ന നിറമാണല്ലോ, അവൻ ഇത്രയാണല്ലോ നീളം, അല്ലെങ്കിൽ അവൻ ഇന്ന ചെയ്തി ചെയ്യുന്നവനാണല്ലോ, ഒരു കാര്യവും അല്ലാഹുവിന് മറയല്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാതിലുകൾ അടിമക്ക് വേണ്ടി എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്, അടിമക്ക് വേണ്ടി എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി ഒരാൾ മനസ്സിലാക്കേണ്ടത്, അവനെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, അവന് പോലും അറിയാത്ത, അവന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച്. ആ അല്ലാഹുവിനെ മനസ്സിലാക്കിയാലേ സഹോദരന്മാരെ യഥാർത്ഥമായി ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ആ അല്ലാഹുവിനെ മനസ്സിലാക്കിയ ആൾക്കാർക്കാണ് അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ മനസ്സിലാക്കി, സഹാബാക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തു. മാത്രമല്ല, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഒരാളുടെ വില, ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹാബി മുന്നിലൂടെ നടന്നുപോയി. അയാളാണെങ്കിൽ ഒരു പീറ വസ്ത്രം ധരിച്ചുകൊണ്ട്, അയാൾ വലിയ വസ്ത്രധാരണയൊന്നുമില്ല, അയാളെ കാണുമ്പോൾ തന്നെ അറിയാം ആ സമുദായത്തിൽ അയാളുടെ നിലയും വിലയും വളരെ താഴ്ന്ന, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്, ആരാളും വില കൽപ്പിക്കാത്ത ഒരാൾ. അങ്ങനെ ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, ആ മനുഷ്യനെ കുറിച്ച് സഹാബ പറഞ്ഞു, അയാളാണെങ്കിൽ സമുദായത്തിൽ അയാളെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അയാൾ ജനങ്ങൾ പതിവായി വരുന്ന സ്ഥലങ്ങൾ വന്നു പോവാത്ത ആൾക്കാരാണ്, ആളാണ്. അയാളെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. അയാൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ദിവസം ഒരു സദസ്സിൽ അയാൾ വന്നില്ല എന്നത് പറഞ്ഞതുകൊണ്ട് അയാളുടെ അഭാവത്തെ കുറിച്ച് ആൾക്കാർ അന്വേഷിക്കുകയില്ല. എന്തുകൊണ്ട് അയാൾ ഇന്ന സ്ഥലത്ത് എത്തിപ്പെട്ടില്ല എന്ന് ചോദിക്കില്ല. അയാളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കപ്പെടുന്നതല്ല. സഹാബാക്കൾ ആ വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും, സഹോദരന്മാരെ, ശേഷം രണ്ടാമതൊരു വ്യക്തി കടന്നുപോയി. നമുക്കൊക്കെ നമ്മുടെ അനുഭവങ്ങൾ ഉള്ളതാണ്. ഇങ്ങനെയുള്ള പല ആൾക്കാരും, ഇന്നൊരു വ്യക്തി, അയാളെ കുറിച്ച് അയാൾ വന്നില്ലെങ്കിൽ ആരും ചോദിക്കില്ല, അയാൾ അവിടെ ഉണ്ടായില്ല എന്ന വലിയ കാര്യമല്ല ആൾക്കാർക്ക്. രണ്ടാമതൊരു വ്യക്തി നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഹാബാക്കൾ പറഞ്ഞു, അയാൾ ജനങ്ങൾ വലിയൊരു മനുഷ്യനാണ്, അയാളെ കുറിച്ച് സദസ്സുകൾ ചർച്ച ചെയ്യപ്പെടും, അയാൾ വരുമ്പോൾ സദസ്സുകൾ അയാളെ സ്വീകരിച്ചിരുത്തും, അയാൾ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അയാളുടെ അഭാവത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അയാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ പിന്തുണക്കുവാനും ആ അഭിപ്രായം കേൾക്കുവാനും ആൾക്കാരുണ്ടാകും.
ആ അഭിപ്രായം കേൾക്കാൻ ആൾക്കാരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരന്മാരെ, ആ വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരൊറ്റ വാക്കിൽ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ വ്യക്തി ദുനിയാവ് മുഴുവനും നിറയുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ഒന്നാമത്തെ വ്യക്തിയെ പോലെ ഒരാൾ ഉണ്ടായിരിക്കണം. ആ രണ്ടാമനായി പറഞ്ഞ വ്യക്തി ദുനിയാവിൽ മൊത്തം അങ്ങനെയുള്ള ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ആ രഹസ്യമായി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ വലിയ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വലിയ മേന്മ പറച്ചിലൊന്നുമില്ലാത്ത ആ വ്യക്തി ഉണ്ടല്ലോ, ഒന്നാമതായി നിങ്ങൾ പറഞ്ഞ അയാളുടെ അഭാവം പോലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. കാരണം ആ വ്യക്തി അല്ലാഹുവിനെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കുക. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഏതൊരു നിഅമത്താണോ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ നിഅമത്ത് മനസ്സിലാക്കുക, അതറിഞ്ഞ് അല്ലാഹുവിനോട് പെരുമാറുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ അടിയാറുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓരോ അടിയാറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, എന്താ അവർ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? എന്താണ് അവർ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? ഫഅാലുൽ ലിമാ യുരീദ്, വിചാരിച്ചതെന്തും ഉദ്ദേശിച്ചത് ഏതൊന്നാണോ അത് നിഷ്പ്രയാസം അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വസ്തുവിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യക്കാരനാകുന്നേയില്ല. ഒരു വസ്തുവിലേക്കും. ഈ അല്ലാഹുവിനെ മനസ്സിലാക്കണം. അവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ മനസ്സിലാക്കണം. അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ശേഷമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഒരാൾക്കും കാണിച്ചു നടക്കാൻ പറ്റുന്നതല്ല. എനിക്ക് ഇത്ര അളവിലുള്ള ഈമാൻ ഉണ്ട്, എനിക്ക് ഇന്ന ഈമാനാണുള്ളത്, എന്റെ ഈമാനിന്റെ ശക്തി ഇതാണ് എന്നൊന്നും ആർക്കും കാണിച്ചു നടക്കാൻ പറ്റുന്നതല്ല. രണ്ടാമതൊരു കാര്യമുണ്ട്, കലിമയുടെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലാഹുവിന്റെ ദൂതൻ. ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല എന്നുള്ള സാക്ഷ്യം, എന്നുള്ള മനസ്സിലാക്കൽ, എന്നുള്ള ജീവിതം, വസ്തഗ്ഫിർ ലിദംബിക്, അതിന്റെ പാപങ്ങളെ പൊറുപ്പിച്ചു കളയുന്നതാണ്. അല്ലാഹുവിനൊരു ചില മലക്കുകളുണ്ട്. അല്ലാഹുവിനൊരു ചില മലക്കുകളുണ്ട്. അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ. വമൻ ഹൗലഹു, അതിന് ചുറ്റുമുള്ള മലക്കുകൾ. ആ അല്ലാഹുവിനെ അർശിനെ വഹിക്കുകയും അല്ലാഹുവിന്റെ സിംഹാസനമാണ്. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ പേരാണ് അർശ് എന്നുള്ളത്. ആ അർശിനെ വഹിക്കുന്ന മലക്കുകൾ. വമൻ ഹൗലഹു, അതിന് ചുറ്റുമുള്ള മലക്കുകളും. അവരുടെ ജോലി എന്തെന്ന് വെച്ചാൽ, സഹോദരന്മാരെ, അവർ ചെയ്യുന്ന ജോലി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച, അല്ലാഹുവിന്റെ അടിമത്വം അംഗീകരിച്ച, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയും ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താത്ത ആൾക്കാർക്ക് വേണ്ടി അവർ നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അവർ നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പുൽകിയതിനു ശേഷം, അല്ലാഹുവിനെ മനസ്സിലാക്കിയതിനു ശേഷം മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ അജ്മലായ, അതിനേക്കാൾ ഭംഗിയുള്ള, സുന്നത്തിനേക്കാൾ ഭംഗിയുള്ള ഒരു ജീവിത ശൈലിയുമില്ല. അതിനേക്കാൾ അക്ബറായ, അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ജീവിത ശൈലിയുമില്ല. അഫ്ളലായ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിത ശൈലിയുമില്ല. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഏറ്റവും അജ്മലാണ്, ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, ആൾക്കാരോട് പെരുമാറിയിരുന്ന രീതി, ആൾക്കാരോട് സംസാരിച്ചിരുന്ന രീതി, ഒരു കാര്യം പറയുമ്പോൾ 3 വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ആവർത്തിക്കുമായിരുന്നു. ഒരാൾ പോലും എന്റെ സംസാരം മനസ്സിലാകാതെ പോകരുത്. ഏത് സമയത്തും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര ചെറിയ കുട്ടിക്ക് പോലും പോയി സംസാരിക്കാൻ പറ്റുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നൽകിയ, ഈ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെസ്സേജ് എന്നുള്ളത്
ബശിറൂ, നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വലാ തുനഫിറു, അവരെ വിരട്ടല്ലേ. നരകം, അള്ളാഹുവിന്റെ ശിക്ഷ, ഖബർ, ഹിസാബ്, മഹ്ശറ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചായിരിക്കണം, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ചായിരിക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിനെ കുറിച്ചായിരിക്കണം. വലാ തുനഫിറു, നിങ്ങൾ ജനങ്ങളെ വിരട്ടിക്കറിയരുത്. യസ്സിറു, ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്ക്. ദുനിയാവിന്റെ കുടിസിൽ നിന്നും ആഖിറത്തിന്റെ വിശാലത അവർക്ക് പറഞ്ഞു കൊടുക്ക്. വലാ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കളയരുത്. നുബുവത്ത് നൽകുന്ന ഏറ്റവും വലിയ ചില സന്ദേശങ്ങളിൽ പെട്ടതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം എപ്രകാരമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുന്നത് എപ്രകാരമായിരുന്നു? പള്ളിയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞ കാര്യമാണ് ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് വരരുത്. കാരണം വായുടെ ദുർഗന്ധം കാരണം നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അത് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മുസ്ലിം എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ കാലി 5 വക്ത് നമസ്കരിച്ചാൽ മാത്രം പോരാ. നീ എന്ന് മുസ്ലിം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ അയൽവാസി പറയണം നീ മുസ്ലിമാണ്. ഏത് രീതിയിൽ അവൻ പറയണം? അവന്റെ നാവിൽ നിന്നും അവന്റെ ചെയ്തികളിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും മറ്റു മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ്. അവർക്ക് അവനിൽ നിന്നും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുന്നില്ല. അവിടെയാണ് മുസ്ലിം അഡ്രസ് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യാത്തവരോട് ആകാശത്തിലുള്ളവരും കരുണ ചെയ്യുന്നതല്ല. മല്ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കരുണ ചെയ്യാത്തവരോട് അല്ലാഹുവും കരുണ ചെയ്യുന്നതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും നിന്റെ ഹൃദയത്തിൽ ഒരു മുഅ്മിനെ കുറിച്ചും മോശമായ ധാരണ ഇല്ലാത്ത അവസ്ഥയിൽ നിനക്ക് ആ ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റുന്നുവെങ്കിൽ നീ അത് പതിവാക്കിക്കൊള്ളുക. ഇത് എന്റെ സുന്നത്താണ്. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളെ കുറിച്ചും മോശമായൊരു ധാരണ പോലും വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ചില കാരണങ്ങൾ, ശരീഅത്തിന്റെ ഹദ്ദുകൾ നടപ്പാക്കേണ്ടതായ ചില കേസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ അടുക്കൽ അത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഹദ്ദ് നടപ്പാക്കൽ എനിക്ക് നിർബന്ധമായ കാര്യമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് ഇത് പറഞ്ഞില്ല എന്നെങ്കിൽ, എന്നോട് ഇത് അറിയിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ നമ്മുടെ സ്വഭാവം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലാ തജസ്സസു, ആണായെങ്കിലും ശരി പെണ്ണായെങ്കിലും ശരി, വലാ തജസ്സസു, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. ഒരു കാര്യം പറഞ്ഞ് അത് എന്താണ്? സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അവൻ ആവശ്യമല്ലാത്തതായ കാര്യങ്ങൾ മാറി നിൽക്കുക. തർക്കുഹു മാ ലാ യഅനി, അവൻ എന്തൊന്നാണോ ആവശ്യമായത് അത് ചെയ്യുക, അതല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. ചികഞ്ഞന്വേഷിക്കരുത്. മാത്രമല്ല, എവിടെയെങ്കിലും ആരെങ്കിലും നീ അവിടെ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കി മാറി നിൽക്കണം. നീ അതെന്താണ് അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകാൻ നീ നിൽക്കരുത്. നിങ്ങൾ പരസ്പരം അന്യോന്യം നിങ്ങൾ ഗീബത്ത് പറയരുത്. അവൻ ഇല്ലാത്ത സമയത്ത് അവൻ അത് പറയുന്നുണ്ടായിരുന്നു, ഇത് പറയുന്നുണ്ടായിരുന്നു. സഹോദരന്മാർ, ഒരു തിന്മയായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിയാൽ അത് നമ്മളോട് കൂടി അവസാനിക്കണം. ശേഷം ഒരാളിലേക്ക് അത് എത്തുന്നത്, ശേഷം ഒരാളിലേക്ക് നമ്മളുടെ വായ മുഖേന നമ്മുടെ പ്രവൃത്തി മുഖേന അയാളിലേക്ക് അത് എത്തുന്നത് അതുണ്ടാകാൻ പാടില്ല. നിങ്ങൾ തിന്മകളുടെ കൂട്ടുകളായി തീരുക. ഹദീസിന്റെ ആശയമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ഉദ്ധരണികളെല്ലാം വ്യക്തമാക്കുന്നത് മുഅ്മിനുകൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണോ അത് ധാരാളമായി ചെയ്യുക.
മുഅ്മിനീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മളോടുകൂടി അത് സഹോദരന്മാരെ അതില്ലാതായി തീരാം. അത് നമ്മളിലേക്ക് എത്തുന്നതോടുകൂടി ഒന്നാമത് നമ്മുടെ ബാധ്യത എന്നുള്ളത് കേൾക്കാതിരിക്കലാണ്. ഗീബത്ത് പറയുന്ന കാര്യത്തിൽ അത് കേൾക്കുന്നവനും അത് പറയുന്നവനും തുല്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ അതിൽ നിന്ന് കഴിവിന്റെ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നത് എപ്രകാരം ദുഷ്കരമാണോ അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ തയ്യാറാകണം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. കുടുംബ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായി നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകൾ പഠിക്കണം. എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയത്. നമ്മുടെ കച്ചവടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് മാതൃകയാക്കാൻ പറ്റിയത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടം കണ്ടിട്ടാണ് ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ആ സത്യസന്ധത കണ്ടതിന് ശേഷമാണ് വരനായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചതും വരനായി സ്വീകരിച്ചതും അതിനുശേഷമായിരുന്നു. അതുകൊണ്ട് എല്ലാ മേഖലകളിലും സത്യസന്ധത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ അമീൻ സദൂഖ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തായിരുന്നു. ആ സിഫത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളായ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തോടു കൂടിയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ലോകം, ആ ലോകം മുഴുവനും കടുകുമണികളെ കൊണ്ട് നിറക്കപ്പെട്ടു. എന്നിട്ട് 1000 വർഷം കഴിയുമ്പോൾ ഇതിന് തത്തുല്യമായ വേറൊരു ലോകത്തു നിന്നും ഒരു പറവ അല്ലെങ്കിൽ ഒരു പക്ഷി വന്നിട്ട് ഒരു കടുകുമണി 1000 വർഷം കൂടുന്തോറും ഇവിടെ നിന്നും എടുത്ത് അടുത്ത ലോകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടമാകുമ്പോൾ ബുദ്ധിക്ക് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ശരി, ഒരു സമയം വന്നാൽ ഈ കടുകുമണികളെല്ലാം ഈ ലോകം കടുകുമണികളെ കൊണ്ട് നിറക്കപ്പെടുകയും വേറെ ലോകത്ത് നിന്ന് 1000 വർഷം കൂടുമ്പോൾ വരുന്ന ആ പക്ഷി ഒരു കടുകുമണി എടുത്ത് അടുത്ത ലോകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. ഒരു സമയത്ത് ആ കടുകുമണിയെല്ലാം തീർന്നു പോകും. എന്നാൽ ആഖിറം തീർന്നു പോകുന്നതല്ല, ഒരിക്കലും ആഖിറം തീർന്നു പോകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പുറമെ ഖുർആനിലൂടെയും അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആഖിറത്തിന്റെ മുമ്പിൽ ഇല്ലാ അശിയത്തൻ ഔ ളുഹാഹ, ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാതമോ ഒരു പ്രദോഷമോ, അത്രയോ ഒരു പ്രഭാതമോ അല്ലെങ്കിൽ ഒരു പ്രദോഷമോ മാത്രമായിരിക്കും. 50,000 സന, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷങ്ങളാണ്. മഹ്ശറയിൽ നാം നിൽക്കുന്ന ഒരു ദിവസത്തിന്റെ ദൈർഘ്യം. ആഖിറത്തിലെ ഓരോ ദിവസങ്ങളും 1000 സന, 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. എന്നാൽ ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, കല്ലാ, ഇത്രയൊക്കെ അല്ലാഹു ഏകനാണ് എന്ന് പച്ചവെള്ളം പോലെ തെളിഞ്ഞിട്ടും
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജീവിത രീതി മാത്രമാണ് വിജയത്തിന് നിദാനമാണ് എന്നറിഞ്ഞിട്ടും, ഹറാമുകൾക്ക് വലിയ ശിക്ഷ ഉണ്ട് എന്നറിഞ്ഞിട്ടും, ഫറായിലുകൾ പൂർത്തീകരിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങൾ തിന്മകൾ ചെയ്യുന്നത് കല്ല, അങ്ങനെയൊന്നുമല്ല. ബൽ തുഹിബ്ബൂനൽ ആജില, പെട്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. അതായത് ദുനിയാവിലെ താൽക്കാലികമായ സുഖം, 5 നിമിഷത്തെ, 10 നിമിഷത്തെ, ഒരു ദിവസത്തെ, ഒരാഴ്ചയിലെ, ഒരു മാസത്തെ സുഖം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ താൽക്കാലികമായ സുഖമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, ആഖിറത്തെ നിങ്ങൾ വിട്ടേച്ചു കളയുകയും ചെയ്യുകയാണ്. താൽക്കാലികമായ സുഖം എടുക്കുന്നതിന് വേണ്ടി സഹോദരന്മാരെ ലോൺ നമ്മൾ ഇന്ന് ഹലാലാക്കുകയാണ്. താൽക്കാലികമായ സുഖം എടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു കേൾക്കണ്ട എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇന്ന് ഹലാലാക്കുകയാണ്. പള്ളിയിലേക്ക് പൈസ പോകുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഹറാം ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇത് രണ്ടും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുപോലെയായിരിക്കും തൂങ്ങുന്നത്. പക്ഷെ ഒരു പക്ഷെ തിന്മയെങ്ങാനും അള്ളാഹുവിന്റെ കോടതിയിൽ കൂടിപ്പോയാൽ, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയുമായി അവന്റെ ജീവിതം പണയപ്പെട്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിലുള്ള 2 വചനം മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകെ ചുരുക്കം അവന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ അത് കാണുക തന്നെ ചെയ്യും. 5 വക്ത് ഇമാമായിട്ട് നമസ്കരിക്കുന്ന ആളാണ്. ആ നമസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സ്വലാത്ത, നീ നമസ്കരിച്ച സുബ്ഹി നമസ്കാരമുണ്ടല്ലോ, നീ നമസ്കരിച്ച ജുമുഅ ഉണ്ടല്ലോ, അത് സ്വീകരിച്ചിനെയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചാൽ അറിയൂല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും ആ നമസ്കാരം നിന്ദവും നീചവുമായ കാര്യങ്ങളിൽ നിന്നും നിന്നെ തടയുന്നതായിരിക്കും. അങ്ങനെ തടയുന്നില്ലെങ്കിൽ സഹോദരന്മാരെ, ഒരു ഹറാമായ കാര്യത്തിൽ നിന്നും നമ്മുടെ നമസ്കാരങ്ങൾക്ക് നമ്മളെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്രകാരമാണ് കത്തിക്കരയുന്ന അല്ലെങ്കിൽ കത്തിച്ചു വലിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ തീ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. അവനാണ് മുഅ്മിന് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഏതൊന്നാണോ ഉള്ളത് അതാണ് എന്നെന്നും ശേഷിച്ചു നിൽക്കുന്നത്. എന്നെന്നും സുഖിക്കാനും സഹോദരന്മാരെ എന്നെന്നും ആനന്ദത്തിനുമുള്ള വകുപ്പുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇവിടുത്തെ താൽക്കാലികമായ സുഖങ്ങൾക്കും ഇവിടുത്തെ താൽക്കാലികമായ ആചാരങ്ങൾക്കും ഇവിടുത്തെ താൽക്കാലികമായ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുമാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നരകത്തിന്റെ അവസ്ഥ അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നരകത്തിന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ അല്ലാഹു പറയുകയാണ്. നരകത്തിലെ ആൾക്കാരെ നരകത്തിൽ ഇട്ട് കരിക്കപ്പെടുന്ന അവസ്ഥ, കിലോമീറ്ററുകളോളം അതിന്റെ ആ തീന്റെ ചൂട് അവൻ അനുഭവിക്കാൻ പറ്റും. ആ തീന്റെ അകത്ത് പോയാൽ അവന് ദാഹം അനുഭവപ്പെടും, അവന്റെ കരളുകൾ വെന്തുരുകും. ആ രീതിയിലുള്ള ദാഹം അവൻ അനുഭവപ്പെടും. അപ്പോൾ അവന് കുടിക്കാൻ കൊടുക്കുന്നതായ വെള്ളത്തെ കുറിച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവൻ ഒരു വെള്ളം എത്തിച്ചു കൊടുക്കും. ആ വെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട്, എത്രയോ നൂറ്റാണ്ടുകൾ കത്തിക്കരിച്ച് ചാമ്പലാക്കിയ ജഡങ്ങളുടെയും മറ്റും ജലവും ചീഞ്ചലവും അവന് കുടിക്കാൻ അവനോട് കൽപ്പിക്കും. എന്നാൽ അവന് അത് തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നല്ല. ആ രീതിയിലുള്ള പ്രയാസം അവനുണ്ടായിരിക്കും. ഒരു മുള്ള് അല്ലെങ്കിൽ ഇരുമ്പിന്റെ ആണികളുടെ കൂട്ടങ്ങൾ അവന്റെ അകത്തളങ്ങളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അവന്റെ ശരീരം കൊണ്ട് അത് വലിച്ചു കീറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അവനുണ്ടാകും. എന്നാൽ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് അവൻ അത് ഇറക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ പോലും ഫശാരിബൂന ശുർബൽ ഹീം, അങ്ങേയറ്റത്തെ ദാഹം അനുഭവപ്പെട്ട് എപ്രകാരമാണോ ഒരു ദാഹം അനുഭവപ്പെട്ട ഒട്ടകം വെള്ളം കുടിച്ചു തീർക്കുന്നത് അതുപോലെ അവൻ കുടിച്ചു തീർക്കുന്നതാണ്.
അതുപോലെ അവൻ ആ മുള്ളുകളുടെയും അല്ലെങ്കിൽ ആ ചീഞ്ചലവും അവൻ കുടിച്ചു തീർക്കുന്നതാണ്. തൊണ്ടകളിൽ അതിങ്ങനെ കുടുങ്ങി നിൽക്കും, തൊണ്ടകളിൽ അതിങ്ങനെ കെട്ടി നിൽക്കും. അവൻ ഇറക്കാൻ പറ്റുന്നതല്ല. അതിനു മാത്രം ആ ചൂടുള്ളതായ തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, ചാക്ക് കണക്കിന് പഴുപ്പിക്കപ്പെട്ട ആണികൾ, ചുട്ടുപൊള്ളപ്പെട്ട ആണികളായിരിക്കും, ഇരുമ്പിന്റെ ആണികളായിരിക്കും അവന് കഴിക്കാൻ വേണ്ടി നൽകുന്നത്. സഹോദരന്മാരെ, ചൂടുള്ള ഒരു ഇറച്ചി പോലും നമുക്ക് നേരാൻ വണ്ണം കഴിക്കാൻ പറ്റുന്നില്ല. വായ പൊള്ളുന്നുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭക്ഷണം അവനെ വയർ നിറയെ കഴിപ്പിക്കും. ഇവിടെയുള്ള താൽക്കാലികമായ സുഖങ്ങൾക്ക് നാം സഹോദരന്മാരെ ഇന്നൊരു ഹറാമിന് നമുക്ക് എല്ലാവരെയും കളിയാക്കാൻ എളുപ്പമാണ്. വഅദ പറയുന്ന അല്ലെങ്കിൽ നസീഹത്ത് നൽകുന്ന ആൾക്കാരെ കളിയാക്കുന്ന തിരക്കിലാണ്. പക്ഷെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു പറയും, നിങ്ങളോട് ഇന്ന ആൾക്കാർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഉസ്താദിന്റെ വഅദും നസീഹത്തൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേണ്ടത് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ വേറെ ആരാണ് ഉസ്താദ് ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഹറാമും ഹലാലൊന്നും അല്ല നമുക്ക് ഇവിടെ വിഷയം. നമുക്ക് എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ ചെറിയ താൽക്കാലികമായ സുഖത്തിന് മുൻഗണന നൽകുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയത്തിൽ കാണാം, ഇവിടുത്തെ തൊലിയേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടിയായിരിക്കും അവിടുത്തെ തൊലി എന്നുള്ളത്. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന ഭാഗം എന്നുള്ളത് തൊലിയാണ്. ആ തൊലിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിലോമീറ്ററുകളോളം ദൂരമുള്ള തൊലിയായി കട്ടിയാക്കി അവന് രൂപപ്പെടുത്തി കൊടുക്കും. അവന്റെ അയ്യോ വിളികൾ നാളെ ഒരു ഗുണവും ചെയ്യുന്നതല്ല. നേരെ മറിച്ച് ഇന്ന് ഒരു ഹറാമിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹോദരന്മാരെ മാറി നിൽക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് 10 ഇരട്ടി നല്ലത് ഈ ദുനിയാവിലും നൽകും. അതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ശേഷിക്കുന്നത് ആഖിറത്തിലും നൽകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി താൽക്കാലികമായ സുഖമാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്നെന്നും അവിശേഷിക്കുന്ന നിരന്തരമായ സ്തുത്യർഹമായ ജീവിതമാണോ വേണ്ടത് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയവരുടെ കബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ കബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് തആത്തിലായ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും റാഹത്തും ബറക്കത്തും മനസ്സമാധാനം എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമായിട്ട് ധാരാളമായി അടുക്കുവാനും അല്ലാഹുവിന്റെ കടമകൾ, അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിക്കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുള്ളവരുടെ, പ്രയാസമുള്ളവരുടെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്ത പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹത്തായ സന്താനങ്ങളെയും ഇണകളും തുണകളും ഇല്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വേണ്ടപ്പെട്ടവരെയും ഏറ്റവും അർഹതയുള്ളവരെയും ഇണകളും തുണകളുമായി അല്ലാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا رب ارحمهما كما ربياني صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم إنا نسألك الصحة والعفة والأمانة وحسن الخلق والرضا بالقدر. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة ونعوذ بك من عذاب النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.